ലോട്ടറി ടിക്കറ്റുകളുടെ GST ഉയർന്നാലും ടിക്കറ്റ് നിരക്ക് ഉടൻ വർദ്ധിപ്പിക്കില്ല. താഴെത്തട്ടിലുള്ള വിൽപ്പന തൊഴിലാളികളുടെ കമ്മീഷൻ തുക കുറയില്ല. പകരം ഏജന്റുമാരുടെ കമ്മീഷനിൽ ചെറിയ കുറവ് വരുത്തിയേക്കും. ഓണം ബമ്പർ ടിക്കറ്റിന്റെ വിലയും വർദ്ധിപ്പിക്കില്ല. ഇന്നലെ ചേർന്ന ട്രേഡ് യൂണിയൻ പ്രതിനിധികളുടെ യോഗത്തിലാണ് ധനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. 24 പ്രൈം ടൈം എക്സ്ക്ലൂസീവ്. ഈ മാസം 22 മുതൽ പുതിയ GST നിരക്ക് നിലവിൽ വരും. ലോട്ടറി GST നിരക്ക് 28-ൽ നിന്ന് 40% ഉയരും. നികുതി വർധനവ് ലോട്ടറി വാങ്ങുന്നവരുടെ ബാധ്യതയായി മാറ്റരുത് എന്ന പൊതുവികാരമാണ് ധനമന്ത്രി വിളിച്ചു ചേർത്ത ട്രേഡ് യൂണിയൻ പ്രതിനിധികളുടെ യോഗത്തിൽ ഉയർന്നത്. 2 മാസം മുൻപാണ് സാധാരണ ലോട്ടറിയുടെ വില 50 രൂപയായി ഏകീകരിച്ചത്. ഇനിയും ഉടൻ തുക വർദ്ധിപ്പിക്കരുതെന്ന ആവശ്യം യോഗത്തിൽ ഉയർന്നു. ഈ ആവശ്യം ധനമന്ത്രി അംഗീകരിച്ചു. എന്നാൽ ലോട്ടറി ടിക്കറ്റിന്റെ വില 50 രൂപയാക്കിയപ്പോൾ ഏജന്റുമാർക്ക് നിശ്ചിത ശതമാനം കമ്മീഷനും ഉയർന്നിരുന്നു. ഇത് വെട്ടിക്കുറയ്ക്കാനാണ് ആലോചന. എന്നാൽ സാധാരണ ലോട്ടറി വിൽപ്പനക്കാരുടെ കമ്മീഷനിൽ കുറവ് വരില്ല എന്നും മന്ത്രി യോഗത്തിൽ ഉറപ്പു നൽകി. അടുത്ത ആശങ്ക ഓണം ബമ്പറിലായിരുന്നു. എന്നാൽ 22-ന് ശേഷം ഓണം ബമ്പർ ടിക്കറ്റ് വിലയും കൂട്ടില്ല എന്ന് മന്ത്രി യോഗത്തിൽ അറിയിച്ചു. 27-ന് നറുക്കെടുക്കേണ്ട ഓണം ബമ്പർ ലോട്ടറികൾ പൂർണ്ണമായും 21-ന് മുൻപ് പ്രിന്റ് ചെയ്ത് ലോട്ടറി ക്ഷേമനിധി ബോർഡിന് കൈമാറും. അതിനാൽ 28% GST മാത്രമേ ഓണം ബമ്പർ ലോട്ടറിക്ക് ഈടാക്കുകയുള്ളൂ. 22-ാം തീയതിക്ക് ശേഷവും 500 രൂപയ്ക്ക് തന്നെ ഓണം ബമ്പർ ലോട്ടറിയിൽ വിപണിയിൽ ലഭിക്കും. സർക്കാരിന് നഷ്ടമുണ്ടാകാതെ GST പരിഷ്കാരത്തെ തുടർന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എങ്ങനെ മറികടക്കാമെന്നതിൽ ധനവകുപ്പ് കൂടുതൽ ചർച്ചകൾ നടത്തും. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.